ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഇപ്പോൾ എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിൽ? അല്ല, അത് ചെയ്യാതെ നിവർത്തിയില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന സർക്കാരിനെ അനുസരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. തൃശ്ശൂർ പൂരം കലക്കി പാർലമെന്റ് ഇലക്ഷൻ കാലത്ത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ആ വാക്കിന്റെ മാഹാത്മ്യം പോലും ഇല്ലാതാക്കി. ഞങ്ങളുടെ MLA AM തോമസിനെയാണ്, അദ്ദേഹം MLA ആയിട്ടില്ല, യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചതിന് തല തല്ലി പൊളിക്കുക, ഒരു മനുഷ്യനെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ സസ്പെൻഷനല്ല, സർവീസിന് അപമാനമാണ്. ഏതായാലും ഇപ്പോഴെടുത്ത തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ SIT നടത്തിയത്. പ്രതികളെ സംരക്ഷിക്കുക മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കുക, തെളിവുകൾ കണ്ടുപിടിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സർവീസിൽ ഇരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഭരിക്കുന്ന സർക്കാരിനെ അനുസരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇതനുസരിക്കുകയല്ല, ഒരു AKG സെന്ററിലെ ഒരു ജീവനക്കാരനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. അവർ പോലും ഇത്രയും വൃത്തികേട് കാണിക്കില്ല. ഏതായാലും എടുത്ത തീരുമാനം വളരെ നന്നായി. ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യമാണ്. എല്ലാവർക്കും നിയമത്തിന്റെ മാർഗം സ്വീകരിക്കാമല്ലോ. സർക്കാർ അതിന്റെ നയം സ്വീകരിക്കും. കഴിഞ്ഞ സർക്കാർ ഈ അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കാരിന്റെ നിലപാട് കാര്യത്തിൽ ചേർത്ത് പിടിക്കലല്ല, തെറ്റ് ചെയ്യുന്നത് ശിക്ഷിക്കും. അതാണ് UDFന്റെ നയം. ഞങ്ങൾ ആരും ചേർത്ത് പിടിക്കൊന്നുമില്ല. ഉത്തരവ് അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ അതിന്റേതായിട്ടുള്ള രീതിയിൽ സർക്കാർ കൈകാര്യം ചെയ്യും. പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടും വലിയ വിവാദങ്ങൾ അജിത് കുമാറിനെതിരെ ആരോപണം. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിന്റെ വീട്ടിലെ ഒരു ജോലിക്കാരനെ പോലെ പെരുമാറിയ ആളാണ്. അതുകൊണ്ട് ഈ നടപടി തികച്ചും അദ്ദേഹം അർഹിക്കുന്ന ശിക്ഷ കിട്ടിയില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഗവൺമെന്റ് അതിന്റേതായിട്ടുള്ള നയങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സസ്പെൻഷൻ. പൂരം കലക്കലിലും ശക്തമായ അന്വേഷണം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. അതാണ് സർക്കാരിന്റെ നിലപാട്.